ആരാണ് സ്പൈഡർ നോയർ? സോണി പിക്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും അവരുടെ സ്പൈഡർ വേഴ്സ് യൂണിവേഴ്സിലേക്കുള്ള പുതിയൊരു ഇൻസ്റ്റാൾമെന്റായി പുറത്തു വരാൻ പോകുന്ന സീരീസ് ആണ് സ്പൈഡർ നോയർ. നമ്മൾ കണ്ടിട്ടുള്ള സ്പൈഡർമാന്റെ മറ്റ് സിനിമകളിൽ നിന്നെല്ലാം വളരെയധികം വ്യത്യസ്തമായ ഒരു സ്പൈഡർമാൻ വേർഷൻ ആയിരിക്കും ഇത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആരാണ് യഥാർത്ഥത്തിൽ ഈ സ്പൈഡർ നോയർ, ഈ ക്യാരക്ടറിന്റെ ഒറിജിൻ എന്താണ്, മറ്റ് സ്പൈഡർമാൻ വേർഷനുകളിൽ നിന്ന് ഈ വേർഷനെ വ്യത്യസ്തമാക്കുന്നത് എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 2009 സ്പൈഡർ നോയർ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ കടന്നു വരുന്നത്. ബേസിക്കലി ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വാട്ട് ഇഫ് സ്പൈഡർമാൻ എക്സിസ്റ്റഡ് ഇൻ 1930s, 1930കളിൽ സ്പൈഡർമാൻ ഉണ്ടായിരുന്നെങ്കിൽ അതെങ്ങനെയായിരിക്കും, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിനടുത്താണ് ഇങ്ങനൊരു സ്പൈഡർമാൻ വേർഷനെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ റെഗുലർലി കണ്ടിട്ടുണ്ടാവുന്ന സ്പൈഡർമാനെ പോലെ സയൻസ് ഹെവി ആയിട്ടുള്ളതും അതേപോലെ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്പൈഡർമാനും അല്ല ഇത്. മറിച്ച് വളരെയധികം ഡാർക്കറും ബ്രൂട്ടലുമായിട്ടുള്ള ഒരു ഡിക്റ്റേറ്റീവ് സ്റ്റൈൽ സ്പൈഡർമാൻ വേർഷനുമാണ് ഇത്. സ്പൈഡർ നോയർ എന്ന ഈ ഒരു അൾട്ടർനേറ്റീവ് സ്പൈഡർമാൻ വേർഷന്റെ കഥ നടക്കുന്നത് എർത്ത് 90214 എന്ന ഒരു അൾട്ടർനേറ്റീവ് യൂണിവേഴ്സിലാണ്. അതുപോലെ ഇതിലെ കഥ മുഴുവനായി നടക്കുന്നത് 1930കളിലെ ഗ്രേറ്റ് ഡിപ്രഷൻ ഇറയിലാണ്. ഇനി നമുക്ക് ഈ വേർഷന്റെ തന്നെ ഒറിജിൻ സ്റ്റോറി എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും അറിയുന്നത് പോലെ നോർമലി സ്പൈഡർമാന്റെ ഒറിജിൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു റേഡിയോ ആക്റ്റീവ് സ്പൈഡർ കടിക്കുകയും അതിനുശേഷം സ്പൈഡറിന്റെ പവേഴ്സ് ലഭിക്കുകയുമാണ്. ഏകദേശം ഇതുപോലെ തന്നെയാണ് സ്പൈഡർ നോയറിന്റെയും ഒറിജിൻ സ്റ്റോറി വരുന്നത്. എന്നിരുന്നാലും ഇത് കുറച്ചും കൂടി മിസ്റ്റീരിയലും അതുപോലെ സൂപ്പർ നാച്ചുറലുമാണെന്ന് പറയാം. കോമിക്സിൽ യങ് പീറ്റർ പാർക്കർ എന്ന് പറയുന്നത് ഡെയിലി ബ്യൂഗിളിന്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ്. അപ്പോൾ അത്തരത്തിൽ പീറ്റർ പാർക്കർ ക്രിമിനൽസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവസാനം എത്തിപ്പെടുന്നത് ഒരു സ്പൈഡർ ഗോഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റാച്ചു അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിന്റെ ഒക്കെ അടുത്താണ്. അപ്പോൾ അവിടെ വെച്ച് ഒരു എക്സോട്ടിക് മിസ്റ്റീരിയൽ സ്പൈഡർ പീറ്റർ പാർക്കറിനെ കടിക്കുന്നു. അവിടെ വെച്ച് അൺകോൺഷ്യസ് ആയ പീറ്റർ പാർക്കർ സ്വപ്നത്തിലൂടെ ഒരു ഏൻഷ്യന്റ് സ്പൈഡർ ഗോഡ് ഒരു കേഴ്സ് ഓഫ് പവർ പ്രോമിസ് ചെയ്യാണ്. പിന്നീട് എണീക്കുമ്പോൾ പീറ്റർ ഒരു ബ്ലാക്ക് കുക്കൂണിനുള്ളിലായിരിക്കും. ഇത്തരത്തിലാണ് പീറ്റർ പാർക്കറിന് പവേഴ്സ് കിട്ടിയിട്ടുള്ളത്. ഇതല്ലാതെ തന്നെ അങ്കിൾ ബെന്നിന്റെ ഒക്കെ മരണവും അതുപോലെ നോർമൻ ഓസ്ബോൺ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റോറി വേറെയും അതിന്റെ പിന്നാലെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള വളരെയധികം ഫണ്ണി ആയിട്ടുള്ള പീറ്റർ പാർക്കറിനൊന്നും തന്നെ ഈ ഒരു വേർഷനിൽ കാണാൻ പറ്റില്ല. ഈ വേർഷനിലെ പീറ്റർ പാർക്കർ എന്ന് പറയുന്നത് വളരെയധികം സീരിയസ് നേച്ചറുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ വളരെയധികം റെസ്പോൺസിബിൾ ആയ, ആരെയും കൊല്ലാനും ഒന്നും ആഗ്രഹിക്കാത്ത ഒരു പീറ്റർ പാർക്കറോ സ്പൈഡർമാനോ അല്ല സ്പൈഡർ നോയർ എന്ന് പറയുന്നത്. ഫൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം ബ്രൂട്ടലായ ഒന്നാണ് സ്പൈഡർ നോയറിന്റേത്. അതുപോലെ നോയർ തോക്കും ഉപയോഗിക്കാറുണ്ട്. കൂടുതലായും പിസ്റ്റൺസും ടോമി ഗൺസും ഒക്കെയാണിത്. അതുപോലെ ആരെയും കൊല്ലാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു ക്യാരക്ടർ കൂടിയാണിത്. ഇനി നമുക്ക് സ്പൈഡർ നോയറുടെ സീരീസിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇത്, അതുപോലെ തന്നെ കോമിക്സിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഈ സീരീസിലേക്ക്. പ്രധാനമായും ഇത് ഒരു ക്രൈം മിസ്റ്ററി മോഡിൽ പോകുന്ന, അതോടൊപ്പം കുറച്ച് സൂപ്പർ ഹീറോ എലിമെന്റ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒന്നായിരിക്കും ഇത്. എന്നിരുന്നാലും ഈ ഒരു സീരീസിലേക്ക് വരുമ്പോൾ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് സ്പൈഡർ നോയറുടെ റിയൽ ഐഡന്റിറ്റിയാണ്. അതായത് കോമിക്സിൽ പീറ്റർ പാർക്കർ ആയ ഈ ക്യാരക്ടർ ഈ സീരീസിലേക്ക് വരുമ്പോൾ ബെൻ റൈലി എന്ന് പറയുന്ന ഒരു പേരാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിന് പ്രധാനമായി പറയുന്ന കാരണങ്ങളിൽ ഒന്നാണ് പീറ്റർ പാർക്കർ എന്ന് പറയുന്ന ആ ഒരു പേര് ഗ്ലോബലി വളരെയധികം റെക്കഗ്നൈസ് ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ വളരെയധികം യൂത്ത്ഫുൾ ആയ ഒരു ഹൈസ്കൂൾ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഹീറോ ആയിട്ടായിരിക്കും എല്ലാവരുടെ മനസ്സിൽ ഈ ഒരു പേരുണ്ടാവുക. എന്നാൽ ഈ ഒരു ലൈവ് ആക്ഷനിലെ പ്രൊട്ടഗോണിസ്റ്റിന് വേണ്ടത് 1930s ഒരു നോയർ ഡിറ്റക്റ്റീവ് ടോണാണ്. അതോടൊപ്പം ഈ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്ന നിക്കോളസ് കേജും ഈ ഒരു ക്യാരക്ടറും വളരെയധികം ഓൾഡർ ആണ്. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഷോ റണ്ണേഴ്സിൽ നിന്നൊക്കെ ആയിട്ട് വരുന്നത്. എന്നാൽ ഒരുപാടധികം ഫാൻസ് വിശ്വസിക്കുന്നത് ഈ ഒരു ചേഞ്ചിന് കാരണം മറ്റൊരു റീസൺ ആണ് എന്നാണ്. അതായത് ഇതിന്റെ ലീഗൽ പ്രശ്നങ്ങൾ കാരണമാണ് എന്ന്. സോണിയും മാർവലും തമ്മിലുള്ള ആ റൈറ്റ്സിന്റെ ആ കോൺട്രാക്റ്റിൽ ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു ലീഗൽ കോൺട്രാക്റ്റിൽ പറയുന്നതനുസരിച്ച് സ്ക്രീനിൽ പീറ്റർ പാർക്കർ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നത് കാണിക്കാൻ പാടില്ല. കൃത്യമായി പറഞ്ഞാൽ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അബ്യൂസിങ് ആൽക്കഹോൾ, അതുപോലെ ചില പ്രത്യേക തരത്തിലുള്ള വയലൻസ് ഒക്കെ തന്നെ ചെയ്യുന്നത് കാണിക്കാൻ പാടില്ല. എന്നാൽ ഈ സീരീസിൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവരിത് മാറ്റിയിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. പിന്നെ ഇവര് കാണിക്കുന്ന ഈ ബെൻ റൈലി എന്ന പേര് ഈ ഷോയ്ക്ക് വേണ്ടി ഇവർ പ്രത്യേകം ഉണ്ടാക്കിയ ഒരു പേരൊന്നുമല്ല. കോമിക്സിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. കൃത്യമായി പറഞ്ഞാൽ പീറ്റർ പാർക്കറിന്റെ ഒരു ക്ലോൺ ആണ് ബെൻ റൈലി. പിന്നെ ഈ ബെൻ റൈലി എന്ന് പറഞ്ഞ പേര് വന്നതിന് ഒരു കഥയുണ്ട്. അതെന്തായാലും ഇവർ ഈ പേരെടുത്തിട്ടാണ് ഈ സീരീസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്.
പിന്നെ എന്തൊക്കെ പറഞ്ഞാലും കോമിക്സിന്റെ ഒരു എക്സാക്ട് അഡാപ്റ്റേഷൻ ഒന്നും ആയിരിക്കില്ല ഇത്. അതേപോലെ ആളെ സീരീസിൽ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററെ പോലെയാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. കോമിക്സിൽ കൂടുതലായിട്ടും ഒരു വിജിലാൻറ്റി ഡിറ്റക്റ്റീവ് പോലെയൊക്കെയാണ് ഉള്ളത്. കാരണം പീറ്റർ പാർക്കറുടെ ഡേ ലൈഫ് ജോബ് എന്ന് പറയുന്നത് മറ്റൊന്നായിരുന്നു. തുടക്കത്തിൽ പീറ്റർ പാർക്കർ ഡെയിലി ബ്യൂഗിളിന്റെ ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് പോലെ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തൊക്കെയായാലും നമ്മൾ ഇതേ ക്യാരക്ടറിനെ ഇൻടു ദി സ്പൈഡർ വേഴ്സ് മൂവിയിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. നിക്കോളസ് കേജ് തന്നെയായിരുന്നു ആ മൂവിയിൽ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആ മൂവിയിൽ സ്പൈഡർ നോയറിനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണിലുള്ള ഒരു വിഷ്വൽ സ്റ്റൈൽ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോ ഈ സീരീസിലേക്ക് വന്നാലും ഇവരിത് രണ്ട് രീതിയിലാണ് പുറത്തിറക്കുന്നത്. അതിലൊന്ന് നോർമൽ കളേഴ്സും മറ്റൊന്ന് ക്ലാസിക് ബ്ലാക്ക് ആൻഡ് വൈറ്റും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന പറഞ്ഞത് വളരെ കൂളായ ഒരു ഓപ്ഷൻ ആയിട്ട് തോന്നി. സ്പൈഡർ നോയറുടെ കോമിക്സ് എന്ന് പറഞ്ഞ ഒരു ഫുൾ ആൻഡ് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നും അല്ലെങ്കിലും കൂടുതലായിട്ടും ഒരു ഡാർക്കർ കളർ ടോണിലൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങൾക്ക് ഈ സീരീസിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നൊക്കെ പറയൂ. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.